ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടപ്പെട്ടവർക്ക് അധിക സ്ഥാനമാനങ്ങൾ നൽകുന്നു, പലരെയും തിരികെ കയറ്റുന്നു എന്നീ ആക്ഷേപങ്ങളുമായി പലപ്പോഴായി പ്രതിപക്ഷം, മാധ്യമങ്ങൾ, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അതിശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും ഗവർണർക്ക് നിവേദനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. കാർഷിക ശാസ്ത്ര മേഖലയ്ക്ക് യാതൊരു സംഭാവനകൾ നൽകിയിട്ടില്ലാത്ത ധന മാനേജ്മെന്റിൽ മാത്രം മുൻ പരിചയമുള്ള നബാർഡ് ചെയർമാൻ കെ.വി. ഷാജിക്ക് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകാനുള്ള കാർഷിക സർവകലാശാലയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നിവേദനം. ഈ മാസം 29-ന് തിരുവനന്തപുരത്തെ കാർഷിക കോളേജിൽ നടക്കുന്ന കോൺവെക്കേഷനിൽ വച്ച് അദ്ദേഹത്തിന് ഓണററി ബിരുദം നൽകുമെന്ന് VC-യുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ബി. അശോക് IAS വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തന മികവ് കാട്ടുന്നവർക്ക് നൽകേണ്ട ഓണററി DSc ബിരുദമാണ് ശാസ്ത്രജ്ഞനല്ലാത്ത ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെയും തലവന് നൽകുന്നതെന്ന കാര്യം അക്കാഡമിക് കൗൺസിലിന്റെയും ജനറൽ കൗൺസിലിന്റെയും അജണ്ടയിൽ മറച്ചുവെച്ചത് ബോധപൂർവമാണെന്നാണ് ആക്ഷേപം. കൗൺസിൽ അംഗങ്ങൾക്ക് വിതരണം ചെയ്ത അജണ്ടയിൽ ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകുന്നതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഗവർണർക്ക് അയച്ച കത്തിൽ DSc ബിരുദം നൽകുന്നതായി അറിയിച്ചിട്ടുമുണ്ട്. പ്രഗത്ഭരായ കാർഷിക ശാസ്ത്ര രംഗത്ത് നിസ്തൂല സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ MS സ്വാമിനാഥനും സമാനമായ പ്രതിഭകൾക്കും ഡോക്ടറേറ്റ് നൽകിയിട്ടുള്ള സർവകലാശാല കാർഷിക അധ്യാപന ഗവേഷണ മേഖലയിൽ സംഭാവനകളോ സവിശേഷ പ്രവർത്തനങ്ങളോ നടത്തിയതായി തെളിവില്ലാത്ത ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന് സയൻസിൽ ഓണററി ബിരുദം നൽകുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ്. 26 വർഷം കാനറ ബാങ്കിലും തുടർന്ന് ഗ്രാമീൺ ബാങ്കിലും ഉന്നത പദവികൾ വഹിച്ചിരുന്ന ഷാജിയെ 1.5 വർഷം മുൻപാണ് കേന്ദ്ര സർക്കാർ നബാർഡിന്റെ ചെയർമാനായി നിയമിച്ചത്. സർവകലാശാല ചട്ടപ്രകാരം സർവകലാശാല അക്കാദമിക് കൗൺസിലിന്റെയും ജനറൽ കൗൺസിലിന്റെയും അംഗീകാരത്തോടുകൂടി ഗവർണറുടെ സമ്മതം വാങ്ങുന്നതിന് പകരം ജനറൽ കൗൺസിലിനെ ഒഴിവാക്കി ഗവർണറുടെ സമ്മതം വാങ്ങിയ ശേഷം ഇന്ന് ഓൺലൈനായി ജനറൽ കൗൺസിൽ വിളിച്ചുകൂട്ടി റിപ്പോർട്ട് ചെയ്തതിൽ കൗൺസിൽ അംഗങ്ങൾക്ക് അമർഷമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. താൽക്കാലിക ചുമതല വഹിക്കുന്ന VC-മാർ സാധാരണ സുപ്രധാനമായ ഇത്തരം ബിരുദദാന ചടങ്ങുകൾ സർവകലാശാലകളിൽ സംഘടിപ്പിക്കുന്ന പതിവില്ല. ഇപ്പോൾ ധനകാര്യ മേഖലയിൽ ഗവേഷണ വിദ്യാർത്ഥിയായ ഷാജി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതല്ലാതെ കാർഷിക മേഖലയ്ക്ക് എടുത്തു പറയത്തക്ക ഒരു സംഭാവനകളും നൽകിയിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർക്ക് നൽകുന്ന ഡോക്ടർ ഓഫ് സയൻസ് ബിരുദം ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നൽകുന്നത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അടുത്ത കാലത്ത് 2 സാമുദായിക നേതാക്കൾക്ക് ഡീലിറ്റ് ബിരുദം നൽകാൻ കാലിക്കറ്റ് സർവകലാശാല നടത്തിയ നീക്കങ്ങൾക്ക് ചുവടുപിടിച്ച് UGC ചട്ടപ്രകാരം VC പദവി വഹിക്കുവാൻ തന്നെ യോഗ്യതയില്ലാത്ത കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ബി. അശോക് മുൻകൈയെടുത്ത് നബാർഡ് ചെയർമാന് ഓണററി DSc ബിരുദം നൽകാൻ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ R. ശശികുമാറും സെക്രട്ടറി M. ഷാജിർ ഖാനും ഗവർണർക്ക് നിവേദനം നൽകി.